കോൺട്രാക്ട് മാരേജ്. രചന അവതരണം മിത്രവിന്ദ. ആരെ ഇറക്കിവിടാനാണ് നീ പറയുന്നത്? വിഷ്ണു തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. പാർവതി, അവളില്ലേ ഇവിടെ? പുരയ്ക്കകത്ത് ഒളിപ്പിച്ചു വച്ചെങ്കിൽ ആരും കണ്ടുപിടിക്കത്തില്ലെന്ന് കരുതിയോടാ. ഏതോ ഒരുവൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് അവനെ തട്ടിമാറ്റാൻ നോക്കിയതും വിഷ്ണു തൻ്റെ വലതുകാൽ ഉയർത്തി അയാളുടെ നേർ കാഞ്ഞു തൊഴിച്ചു. ആരോട് ചോദിച്ചിട്ടാടാ നീയൊക്കെ എൻ്റെ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുന്നേ? വിഷ്ണു ഉച്ചത്തിൽ ചോദിച്ചു. ഡാ, വെറുതെ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. ഞങ്ങൾ വന്നത് അവളെ കൊണ്ടുപോകാനാണെങ്കിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവുമില്ല വിഷ്ണു. ഓ, അത് ശരി. എന്നാ പിന്നെ എനിക്കൊന്ന് കാണണമല്ലോ. എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് തൊടാൻ ഇവിടെ ആർക്കാണ് ധൈര്യമുള്ളതെന്ന് ഞാനൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എങ്കിലതൊന്ന് കാണിച്ചു തന്നിട്ടേ ഞങ്ങളും പോന്നുള്ളൂ. ഒരാൾ മുൻപോട്ട് വന്നിട്ട് വിഷ്ണുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതും വലിയൊരു ശബ്ദത്തോടെ അയാൾ പിന്നിലേക്ക് മറിഞ്ഞു വീണു. പെട്ടെന്ന് തന്നെ അയാളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ വന്നിട്ട് വിഷ്ണുവിനെ ആക്രമിച്ചു. പിന്നീട് അവിടെ നടന്നത് വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. തൻ്റെ പെണ്ണിന് വേണ്ടിയുള്ള വിഷ്ണുവിൻ്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടം. എല്ലാവരെയും വിഷ്ണു അടിച്ച് നിലംപരിശാക്കി. ആ വലിയ മഴയത്ത് ആരും അറിഞ്ഞില്ല അവിടെ നടക്കുന്ന ബഹളം. എൻ്റെ പെണ്ണിനെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഈ വിഷ്ണു ഇല്ലാതാവണം. കേട്ടോടോ പുല്ലേ. വിഷ്ണു അലറി. ചെന്ന് പറഞ്ഞേക്ക്. നിന്നെ ഇങ്ങോട്ടയച്ച ഏതു മറ്റവനാണേലും അവനോട് ചെന്ന് പറഞ്ഞേക്കടാ, ഈ വിഷ്ണുവിൻ്റെ ചങ്കിലെ ചൂടണയും വരെ ഒരുത്തനും യാതൊരു വ്യാമോഹവുമായിട്ട് ഈ പടി കയറി വന്നേക്കരുതെന്ന്. വിഷ്ണു ഉച്ചത്തിൽ പറയുന്നത് കേട്ട് പാർവതി അകത്തിരുന്ന് കണ്ണീർ പൊഴിക്കുകയാണ്. പുറത്തേതോ ഒരു വാഹനം സ്റ്റാർട്ടാവുന്നതും അതകന്നു പോകുന്നതുമൊക്കെ പാർവതി അറിയുന്നുണ്ടായിരുന്നു. വിഷ്ണു അകത്തേക്ക് കയറി വന്ന് വാതിലടച്ച് കുറ്റിയിട്ടതും കാറ്റുപോലെ പാഞ്ഞു ചെല്ലുമായിരുന്നു പാർവതി. തിരിഞ്ഞ മുറിയിലേക്ക് കയറിയ വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് ഒരലർച്ചയോടെ വീണ് അവളവനെ കെട്ടിപ്പുണർന്നു. സത്യം പറ, ആരവർ? എന്തിനവർ വന്നത്? സത്യം പറ വിഷ്ണുവേട്ടാ. പാർവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. വിഷ്ണു ഒരക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ നിന്നു. വിഷ്ണുവേട്ടൻ എന്തൊക്കെയോ എന്നീന്ന് മറയ്ക്കുന്നുണ്ട്. എന്താണെന്ന് ദേവി ഇതെന്നോട് പറയും. ആരാണവരെല്ലാം? എന്നെ തിരക്കി അവരൊക്കെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? പ്ലീസ് ഒന്ന് പറയൂ. പാർവതി വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞു. നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും വിഷ്ണുവിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അല്പം കഴിഞ്ഞതും പാർവതി മുഖമുയർത്തി അവനെ നോക്കി. പാർവതി ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൻ അങ്ങനെ നിൽക്കുകയാണ്. എന്നോട് പറയില്ലല്ലേ? ഒടുവിൽ ദയനീയമായി അവൾ ചോദിച്ചു. വേണ്ട, പറയണ്ട, എന്നോടൊന്നും പറയണ്ട. അവനിൽ നിന്നും അകന്നു മാറിയിട്ട് അവൾ കിടക്കയിലേക്ക് പോയിരുന്നു. വിഷ്ണു അടുക്കളയിൽ ചെന്നിട്ട് ഒരു വലിയ സ്റ്റീൽ കപ്പിൽ ഒരു കപ്പ് വെള്ളമെടുത്ത് കുടിച്ചു. മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അവൻ റൂമിൽ വന്നപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് കിടക്കയിലിരിക്കുവാണ്. ഇത്തിരി നീങ്ങിയിരിക്കുക, എനിക്ക് കിടക്കണം. വിഷ്ണുവിൻ്റെ ശബ്ദം ഉയർന്നതും അവൾ അവനെ ഒന്നുകൂടി നോക്കി. എന്താണ് കാര്യമെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോകും, ഉറപ്പ്. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ശാഠ്യം പിടിച്ചുകൊണ്ട് പറയുകയാണവൾ. എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവൻ പാർവതിയുടെ അരികിലേക്ക് കിടന്നു. പിന്നെയും അവളുടെ തേങ്ങൽ എത്ര അടക്കി പിടിച്ചിട്ടും പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. മതി കരഞ്ഞത്, കിടന്നുറങ്ങാൻ നോക്കൂ പാർവതി. വിഷ്ണു വീണ്ടും ശബ്ദിച്ചു. എന്നിട്ടും പാർവതിയുടെ കരച്ചിൽ നിന്നില്ല. എടി. അവൻ ചെരിഞ്ഞു വന്നിട്ട് ചുവരിനോട് ചേർന്ന് കിടക്കുന്ന പാറുവിൻ്റെ അരികിലേക്ക് നീങ്ങി. എന്നിട്ട് തൻ്റെ വലങ്കൈയെടുത്ത് അവളുടെ തോളിൽ വെച്ചു. സമയമാകുമ്പോൾ എല്ലാം പറയാം. വെറുതെ വേണ്ടാത്ത കാര്യം ചിന്തിക്കണ്ട. നേരെ ഒരുപാടായി, കിടന്നുറങ്ങാൻ നോക്ക്. ഇത്തവണ അവൻ്റെ ശബ്ദം ഒത്തിരി മയപ്പെട്ടു. പാർവതിയാണെങ്കിൽ ശ്വാസം പോലും അടക്കിപ്പിടിച്ച് കിടക്കുകയാണ്. നിന്റെ ദേഹത്തൊരു പോറലേക്കാൻ പോലും ഈ വിഷ്ണു ഉള്ളപ്പോൾ സമ്മതിക്കില്ല. അത്രമാത്രം അറിഞ്ഞാൽ മതി. തിരിഞ്ഞു വന്നിട്ട് ആ അരണ്ട വെളിച്ചത്തിൽ അവൾ അവനെ നോക്കി. എനിക്കെന്ത് വേണേലും പറ്റട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ വിഷ്ണുവേട്ടൻ എന്തേലും പറ്റിയ പിന്നെ ഞാനില്ല. സ്വയം തീരും, ഉറപ്പാ. അമ്മ സത്യം, അത് ഓർത്തോണം. അവൾ വിതുമ്പി. എനിക്കെന്തു പറ്റാൻ? നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നേ? എനിക്കാരുമില്ല. ഇത്ര കാലം അനാഥയായിട്ട് ജീവിച്ചു. കൂടെ കൂട്ടിയപ്പോൾ ഓർത്തു
ഇനിയെങ്കിലും എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന്. മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒരിക്കൽ എന്നെ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പറയുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറി. ഇഷ്ടമുണ്ടായിട്ടാ കൂടെ കൂട്ടിയത്, അല്ലാതെ തറവാട്ടിൽ നീ അനുഭവിച്ച വിഷമവും ദുഃഖവും ഒന്നും കണ്ട് സഹതാപത്തിൻ്റെ പുറത്തൊന്നുമല്ല. നീ വെറുതെ കിടന്ന് എഴുതാപ്പുറം വായിക്കാതെ കിടന്നുറങ്ങാൻ നോക്കൂ പാർവതി. വിഷ്ണു പിന്നെ അവളെ വഴക്കു പറഞ്ഞു. എന്നിട്ട് തൻ്റെ കണ്ണുകൾ അടച്ചു. പാർവതിക്കാണെങ്കിൽ ഉറക്കം വരുന്നതേയില്ല. കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവളെ പൂക്കല പോലെ വീണ്ടും വിറച്ചു. നേരം കുറേ പിന്നിട്ടു. അവൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിക്കിടക്കാൻ അവൾ ശ്രമിച്ചു. വലതു കൈ തലയുടെ പിന്നിലായി, ഇടം കൈ നെഞ്ചിലേക്ക് ചേർത്തും വെച്ച് കണ്ണടച്ച് കിടക്കുകയാണവൻ. അവൻ്റെ ശ്വാസനിശ്വാസം കേട്ടതും ആൾ നല്ല ഉറക്കത്തിലാണെന്ന് പാർവതിക്ക് മനസ്സിലായി. തൻ്റെ ചെറുവിരൽ അവൻ്റെ കയ്യിൽ മുട്ടിച്ചുകൊണ്ട് അനങ്ങാതെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പാർവതി കിടന്നു. ഒപ്പം നെറ്റി അവൻ്റെ തോളിലും ചേർത്ത് വെച്ചു. എന്നിട്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു മുന്നേ അവൻ പറഞ്ഞ വാചകങ്ങൾ ഓർത്ത് അവൾ കിടക്കുകയാണ്. ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് കൂടെ കൂട്ടിയത്, അല്ലാണ്ട് സഹതാപത്തിൻ്റെ പേരിലല്ല. നിന്നോട് പ്രതികാരം ചെയ്യാനും അല്ലെന്ന്. അന്ന് തറവാട്ടിൽ വെച്ച് ആ രാത്രിയിൽ തന്നോട് മോശമായി പെരുമാറിയത് വിഷ്ണുവേട്ടനല്ല, അത് മിത്രനാണ്. ഇനി അവൻ്റെ ആളുകളാണോ ഇവിടെ വന്നത്? കിടന്നുറങ്ങു പാർവതി. വിഷ്ണുവിൻ്റെ ഗർജനം കേട്ടതും അവൾ പിടഞ്ഞു മാറാൻ നോക്കി. പെട്ടെന്നായിരുന്നു തൻ്റെ വലം കൈ കൊണ്ടവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത്. അല്പം കൂടി അകന്നു മാറാൻ നോക്കിയതും വീണ്ടും വിഷ്ണു അവളെ തന്നിലേക്ക് ചേർത്ത് കഴിഞ്ഞു. വിഷ്ണു അവനിലേക്ക് ചേർത്ത് പിടിച്ചതും പാർവതിയുടെ ശരീരമാകെ തരിച്ചുപോയി. പിന്നെയും അവൾ അകന്നു മാറാൻ ശ്രമിച്ചു. അടങ്ങിക്കിടക്കൻ്റെ പാർവതി, നേരം കുറെ ആയില്ലോ. അവൻ വീണ്ടും ശബ്ദമുയർത്തി. പറഞ്ഞുകൊണ്ട് വിഷ്ണു അവളെ തന്നിലേക്ക് ഇത്തിരി കൂടി അടുപ്പിച്ചു. ഞാൻ കിടന്നു. ആ, ഉറങ്ങാൻ നോക്ക്. നിന്നോടാ പറഞ്ഞത്. മര്യാദയ്ക്ക് കണ്ണടച്ച് കിടക്കടി. വിഷ്ണു പറഞ്ഞതും പാർവതി കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നിട്ട് ശ്വാസം അടക്കി പിടിച്ച് കിടന്നു. വിഷ്ണുവേട്ടന് തന്നോട് ഇഷ്ടമുണ്ട്, അതല്ലേ ഇങ്ങനെയൊക്കെ? പെണ്ണിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി. എങ്കിലും അവന്മാർ ഇനിയും വരുമോ? ആരാണ് അവരൊക്കെ? അതോർക്കുമ്പോൾ വല്ലാത്ത പേടിയുമുണ്ട്. എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പാറു വന്ന് വിഷ്ണുവിനോട് ചേർന്ന് കിടന്നുറങ്ങി. കാലത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ വിഷ്ണു ആദ്യം കണ്ടത് തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന പാർവതിയാണ്. അവൻ്റെ ഇടംകൈയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് അവളുടെ കിടപ്പ്. വിഷ്ണു കൈയെടുത്ത് മാറ്റാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ഒന്ന് ഞരങ്ങിക്കൊണ്ട് വിഷ്ണുവിനോട് ചേർന്ന് കിടന്നു. ഇത്തിരി നേരം കൂടി കിടന്ന ശേഷം വിഷ്ണു പാർവതി അടത്തി മാറ്റി. ആരെങ്കിലും വരുന്നതിന് മുമ്പ് മുറ്റമൊക്കെ വൃത്തിയാക്കണം. ഇന്നലെ രാത്രിയിൽ അവന്മാർ വന്നിട്ട് എന്തൊക്കെയാണ് ഒപ്പിച്ചു പോയെന്നറിയില്ല. എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്ന് വലിഞ്ഞു മുറുക്കി ഉടുത്തു. ശേഷം വിഷ്ണു വാതി തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. വെളുപ്പാങ്കാലത്തെ പാലുമായിട്ട് ഗീത ചേച്ചി വരും. അതിനു മുമ്പ് എല്ലാം സെറ്റാക്കി ഇടുവാനാണ് വിഷ്ണു ഇറങ്ങി വന്നത്. മറിഞ്ഞു വീണ് കിടന്നിരുന്ന ചെടിച്ചട്ടികളൊക്കെ അവൻ നേരെയാക്കി. അവന്മാർ കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു. കുറച്ച് കമ്പും കോലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വിഷ്ണു പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞു. ചൂലെടുത്ത് മുറ്റമടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പാർവതി എണീറ്റ് വരുന്നത്. അയ്യോ വിഷ്ണുവേട്ടാ, എന്തേ കാണിച്ചേ? ഒറ്റ കുതിപ്പിനവൾ വന്നിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ചൂല് വാങ്ങി. ഇതൊക്കെ ഞാൻ ചെയ്തേനെ. ഒരല്പം ജാളിതയോടെ പാറു വിഷ്ണുവിനെ നോക്കി. എന്നിട്ട് മുറ്റമടിച്ച് വാരാൻ തുടങ്ങി. വിഷ്ണു അകത്തേക്ക് പോയി. അതുപോലെ തിരിച്ചിറങ്ങി വരികയും ചെയ്തു. ഇതാ. അവൻ ഗൗരവത്തിൽ പറയുന്ന കേട്ട് പാർവതി മുഖമുയർത്തി നോക്കി. ഒരു തോർത്തവൻ അവളുടെ നേർക്ക് നീട്ടി. അനൂപൊക്കെ എപ്പോഴാണ് കയറി വരുന്നതെന്നറിയില്ല. ഇതിട്ടോണ്ടടിക്ക്. ചെക്കന് പിന്നെയും ഗൗരവം. പാർവതി അത് മേടിച്ച് കഴുത്തി ചുറ്റി ഇട്ടിട്ട് കുനിഞ്ഞു നിന്ന് വീണ്ടും അടിച്ചു വാരി. ഇമ്മാതിരി ചുരിദാറാണോ നിന്റെ എല്ലാം? അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. ചിലത്. അവൾ പിറുപിറുത്തു. മതി അടിച്ചത്, നീ ഒരു കാപ്പി എടുക്ക്. ഗീതേച്ചി ഇപ്പോൾ വരില്ലേ? പാല് കൊണ്ടുവന്നിട്ട് ചായ വെച്ചാൽ മതിയോ? പോരാ. പിന്നീട് പാർവതി ചൂലവിടെ ഇട്ടിട്ട് നേരെ അടുക്കളയിലേക്ക് കയറിപ്പോയി. കട്ടൻ തിളപ്പിക്കാൻ വെള്ളമെടുത്തു. വിഷ്ണു ചൂലെടുത്ത് മുറ്റമടിച്ച് വരുന്നത് പെണ്ണ് കണ്ടു. ശോ, ഈ വിഷ്ണുവേട്ടൻ എന്നെ നാണം കെടുത്തിയേ തീരൂ. നെറുകി കൈവച്ചുകൊണ്ട് പാർവതി കട്ടൻ കാപ്പി തിളപ്പിച്ച് ഒരു ഗ്ലാസ്സിൽ പകർത്തി അരഭിത്തിയിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ വിഷ്ണു മുറ്റം എല്ലാം അടിച്ചു വാരി. കിണറ്റിൻകരയിൽ നിന്ന് വെള്ളം കോരി മുഖമൊക്കെ കഴുകി വന്നു. ഇന്ന് വിഷ്ണുവേട്ടൻ എവിടെയെങ്കിലും പോകണുണ്ടോ? കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നവനെ നോക്കി അവൾ സാവധാനം ചോദിച്ചു.
എന്തേ? അറിയില്ല, എന്തോ ഒരു പേടി. പേടിക്കണ്ടെന്ന് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഉം, പിന്നെന്താ? അറിയില്ല, എന്നാലും എന്തേലും പ്രശ്നം ഉണ്ടാവുമെന്ന്. ഒന്നും ഉണ്ടാവില്ല, പോരെ. വിഷ്ണുവേട്ടൻ എവിടെയെങ്കിലും പോയാൽ എനിക്ക് പേടിയാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. ഞാൻ എവിടേക്കും പോകുന്നില്ല. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? ഉം. അവൾ ചെറുതായി ഒന്ന് തലകുലുക്കി. ഇന്നലെ മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? വിഷ്ണു അവളോട് ചോദിച്ചു. കുഴപ്പമില്ല, ഒരു നേരം കഴിച്ചതല്ലേ ഉള്ളൂ, മാറിക്കൊള്ളുമായിരിക്കും. ആ. ഇരുവരും സംസാരിച്ച് നിന്നപ്പോൾ ഗീത ചേച്ചി പാലുമായിട്ട് വന്നു. ഇന്നിത്തിരി താമസിച്ചു പോയി മക്കളെ. എന്തായിരുന്നു മഴ. സുഖമായിട്ട് ഉറങ്ങി. ചെറുപുഞ്ചിരിയോടെ ഗീത അവരുടെ അടുത്തേക്ക് കയറി വന്നു. മോളെ, തലവേദനയും ക്ഷീണമൊക്കെ മാറിയോ? മാറി. അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരി തൂക്കി. വിഷ്ണു, മീൻ വേണോടാ? അഹമ്മദിക്ക പഠിക്കാൻ വന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. വിഷ്ണു പാർവതി ഒന്ന് പാളി നോക്കിയപ്പോൾ അവളുടെ മുഖം ചുളിഞ്ഞുപോയത് അവൻ കണ്ടു. ഇന്നൊന്നും വേണ്ടിക്കാം, 2 ദിവസം കഴിയട്ടെ, അവൻ വിളിച്ചു പറഞ്ഞു. പാർവതിയുടെ മുഖം തെളിഞ്ഞതും ഒരു വേള അവൻ നോക്കിക്കണ്ടു. അഹമ്മദിക്ക അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ഓടിച്ച് വേഗത്തിൽ പോയി. നല്ല മീനായിരിക്കും മോനെ, നീ എന്താ വാങ്ങാഞ്ഞേ? ഗീതേച്ചി അവനോട് ചോദിച്ചു. ഓ, വേണ്ടാഞ്ഞിട്ട് ചേച്ചി, അലസ രീതിയിൽ അവൻ പറഞ്ഞു. ഭാര്യയ്ക്ക് നാറ്റം പിടിക്കാത്തതുകൊണ്ടാണോടാ? ഗീത ചേച്ചി വിഷ്ണുവിനെ കളിയാക്കി. ഏയ്, അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ്. ഓ, പച്ചമീൻ കറി കൂട്ടി ചോറിറക്കാത്ത വിഷ്ണുവാണ് 2 ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞത്. പാർവതി മോള് ഛർദ്ദിക്കും, അതാണ് കാര്യം. ഗീത ഒരു വിശദീകരണമൊക്കെ നടത്തി. അവർ പറയുന്ന കേട്ടുകൊണ്ട് പുഞ്ചിരിയോടെ പാലും എടുത്തുകൊണ്ട് പാർവതി അകത്തേക്ക് നടന്നുപോയി. കുഞ്ഞുണർന്നെന്ന് പറഞ്ഞ് നീതു ഉറക്കെ വിളിച്ചപ്പോൾ ഗീത മുറ്റത്തേക്ക് ഇറങ്ങി. മോളെ പാർവതി, ഗീതേച്ചി പോവാണ് കേട്ടോ. അവർ പാർവതിയോടും യാത്ര പറഞ്ഞു. പാർവതി ഓടി വെളിയിലേക്ക് ഇറങ്ങി വന്നതും വിഷ്ണു അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചാണ്. അവൻ്റെ ദേഹത്ത് തട്ടി നിന്നവളെ വിഷ്ണു ദേഷ്യത്തിലൊന്ന് നോക്കി. പെട്ടെന്നവൾ പിന്നിലേക്ക് വീഴാൻ തുടങ്ങിയതും അവൻ്റെ വലം കൈ അവളുടെ ഇടുപ്പിൽ മുറുകിയിരുന്നു. തുടരും. ഇഷ്ടമാവുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഈ കഥ പോകുന്നത്. ഈ കഥയുടെ സ്റ്റാർട്ടിങ് രുദ്രാക്ഷം എഴുതിയ കുട്ടിയായിരുന്നു തുടങ്ങി വെച്ചത്. അതുകൊണ്ടാണ് കോൺട്രാക്ട് വൈഫ് എന്നൊക്കെ പേരിട്ടത്. ആ കുട്ടി നിർത്തിയപ്പോൾ ഞാനിത് ഏറ്റെടുത്തെഴുതി. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുവാണ്, ഈ കഥ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. എന്നെ വിശ്വാസമുണ്ടെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നാളെ കാണാം. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.